ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ പ്രത്യേക രീതിയിൽ തയ്യാറാക്കാവുന്ന ഉണക്ക മാങ്ങ അച്ചാറാണ്. ഈ മാങ്ങ അച്ചാറിൻ്റെ പ്രത്യേകത അച്ചാർ പഴകും തോറും ടേസ്റ്റ് കൂടും എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അച്ചാർ ഉണ്ടാക്കാൻ ഞാൻ ഇതുപോലെ ഒരു വലിയ മാങ്ങയാണ് എടുത്തത്. ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഉപ്പ് പുരട്ടി ഒരു ദിവസം മുഴുവൻ വെയിലത്ത് വെച്ച് വാട്ടിയെടുത്തതാണിത്. നന്നായി ഉണക്കിയെടുക്കാതെ ചെറുതായി ഒന്ന് വാട്ടിയെടുത്താൽ മതിയാവും. മാങ്ങ ചെറുതായി വാടിയിട്ടുണ്ട്. ഇനി അടുത്തതായി ഒരു സ്പൂൺ കടുക് ഇടികല്ലിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക. പച്ച കടുകാണ് പൊടിച്ചെടുക്കേണ്ടത്. ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കടുക് ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള സാദാ മുളക് പൊടി, 1/2 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ചച്ചുവ മാറുന്നതുവരെ കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉണക്കിയെടുത്ത മാങ്ങ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മുളക് നന്നായി മാങ്ങയിൽ പിടിക്കാൻ വേണ്ടി ഇതുപോലെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. 5 മിനിറ്റ് ആയിട്ടുണ്ട്. മുളക് നന്നായി മാങ്ങയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചെടുത്ത കടുക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് ചേർത്താണ് മാങ്ങ ഉണക്കിയെടുത്തത്. ടോട്ടൽ 1.5 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഉണക്ക മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഗ്രേവി ഇല്ലാത്ത സൂപ്പർ ടേസ്റ്റിയായ മാങ്ങ അച്ചാറിട്ട് ഉടനെ തന്നെ ഉപയോഗിക്കാതെ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് വേണം ഉപയോഗിക്കേണ്ടത്. നന്നായി തണുത്തതിന് ശേഷം അച്ചാർ ഈർപ്പരഹിതമായ ഒരു ചെറിയ ഗ്ലാസ് കണ്ടെയ്നറിൽ നിറച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. 1-2 ആഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കാം. അപ്പോൾ മാങ്ങ നല്ല സോഫ്റ്റായി അലിഞ്ഞ് നല്ല ടേസ്റ്റിയായി കിട്ടും. പഴകും തോറുമാണ് ഈ അച്ചാറിന് ടേസ്റ്റ് കൂടുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്ത നല്ല സൂപ്പർ ഉണക്ക മാങ്ങ അച്ചാർ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കണ്ടോ, മാങ്ങ നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.